വിഷ്ണു ഒരു മന്ത്ലി എക്സ്പയർഡ് ആയിട്ടുള്ള ഒരു വൊളറ്റാലിറ്റി കാഴ്ചവെച്ചുകൊണ്ട് തന്നെയാണ് മാർക്കറ്റ് ഇപ്പോൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിഫ്റ്റി 50 പരിശോധിക്കുകയാണെങ്കിൽ നിലവിൽ ഏകദേശം ഒരു 0.5% ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ള ഒരു ഇടിവുണ്ടാകുന്നു. നിലവിൽ 21,908 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി 50യിൽ ട്രേഡിംഗ് നടത്തുന്നത്. അഡ്വാൻസ് ആൻഡ് ഡിക്ലൈൻ റേഷ്യോ പരിശോധിക്കുകയാണെങ്കിൽ നിലവിൽ 42 ഓഹരികൾക്ക് നേട്ടം രേഖപ്പെടുത്താൻ സാധിക്കുന്നുണ്ട്. 8 ഓഹരികളിലാണ് ഒരു ഇടിവുണ്ടാകുന്നത്. നിഫ്റ്റി ബാങ്ക് പരിശോധിക്കുകയാണെങ്കിലും ഒരു 0.5% മുകളിലുള്ളൊരു ഇടിവാണ് നിലവിൽ നിഫ്റ്റി ബാങ്ക് സൂചികയും രേഖപ്പെടുന്നത്. 200 പോയിന്റുകൾക്ക് മുകളിലുള്ള ഒരു നഷ്ടം രേഖപ്പെടുത്തിക്കൊണ്ട് 57,916 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു ട്രേഡിംഗ് ഇപ്പോൾ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. നിഫ്റ്റി 50യിലേക്ക് തന്നെ മടങ്ങി വരികയാണെങ്കിൽ നിലവിലൊരു മികച്ച മൊമെൻറ്റം ഇപ്പോൾ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് ടാറ്റ സ്റ്റീലിൻ്റെ ഭാഗത്ത് നിന്നാണ്. ഏകദേശം 2% ഒരു നേട്ടം ടാറ്റ സ്റ്റീൽ രേഖപ്പെടുന്നു. ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ് പരിശോധിക്കുകയാണെങ്കിലും ഏകദേശം 1.25% നേട്ടം രേഖപ്പെടുന്നുണ്ട്. ഇൻഡസിൻഡ് ബാങ്കിലേക്ക് കടക്കുകയാണെങ്കിൽ ഏകദേശം 1.5% മുകളിൽ ലാസ്ന ആൻഡ് ടൂബ്രോയിൽ ഏകദേശം 0.5%-ഓളമുള്ളൊരു നേട്ടവുമാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇടിവിലുള്ള ഓഹരികൾ പരിശോധിക്കുകയാണെങ്കിൽ ബാങ്കിങ് NBFC സ്ഥാപനങ്ങൾക്കാണ് വലിയ രീതിയിലുള്ള ഒരു ഇടിവ് ഫേസ് ചെയ്യേണ്ടി വരുന്നത്. ICICI ബാങ്ക് പരിശോധിക്കുകയാണെങ്കിൽ 1.25% മുകളിലുള്ളൊരു ഇടിവുണ്ടാകുന്നു. ബജാജ് ട്വിൻസ് പരിശോധിക്കുകയാണെങ്കിൽ ബജാജ് ഫിനാൻസ് ഏകദേശം 1%-ഓളമുള്ള ഇടിവ് രേഖപ്പെടുത്തുമ്പോൾ ബജാജ് ഫിൻസർവിലെ ഇടിവ് 1% മുകളിലേക്ക് കടന്നിരിക്കുന്ന ഒരു കാഴ്ച കൂടിയാണ് നിലവിൽ കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി ബാങ്ക് സൂചിക പരിശോധിക്കുകയാണെങ്കിൽ നിലവിൽ 190 പോയിന്റുകളോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഇടിവാണുള്ളത്. ഓഹരികളുടെ ഒരു പെർഫോമൻസ് പരിശോധിക്കുകയാണെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇൻഡസിൻഡ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം 1.5% മുകളിലുള്ള ഇടിവുണ്ടാകുന്നു. AU സ്മോൾ ഫിനാൻസ് ബാങ്ക് പരിശോധിക്കുകയാണെങ്കിൽ 1.25%-ഓളമുള്ളൊരു നേട്ടം രേഖപ്പെടുത്താൻ സാധിക്കുന്നുണ്ട്. ഇൻഡസിൻഡ് ബാങ്കിന് 1.5% നേട്ടമാണുള്ളത്. കൂടാതെ പഞ്ചാബ് നാഷണൽ ബാങ്ക് പരിശോധിക്കുകയാണെങ്കിൽ 0.5% മുകളിലുള്ള നേട്ടമുണ്ടാകുന്നു. സ്റ്റേറ്റ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം 0.5% ഒരു നേട്ടവുമാണ് രേഖപ്പെടുന്നത്. എന്നാലും ഇടിവ് പരിശോധിക്കുകയാണെങ്കിൽ ICICI ബാങ്ക്, HDFC ബാങ്ക് മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിലും ഫെഡറൽ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം 0.5% മുകളിലും ആക്സിസ് ബാങ്കിലേക്ക് വരികയാണെങ്കിൽ നിലവിൽ 0.5% മുകളിലുള്ളൊരു ഇടിവുണ്ടാകും. അതായത് HDFC ബാങ്ക്, ICICI ബാങ്ക് എന്ന് പറയുന്ന ഹെവി വെയ്റ്റഡ് ആയിട്ടുള്ള കമ്പനികൾ നിലവിൽ നിഫ്റ്റി ബാങ്കിനെ ഒരു ലാഗ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. സെക്ടോറിയൽ പെർഫോമൻസിലേക്ക് വരികയാണെങ്കിൽ ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു ട്രേഡിംഗ് ആണ് സെക്ടറുകളുടെ ഭാഗത്ത് നിന്നും കാണാൻ സാധിക്കുന്നത്. അതിൽ തന്നെ പറയുകയാണെങ്കിൽ കൂടുതൽ സെക്ടറുകളും ഒരു ഇടിവ് രേഖപ്പെടുത്തുന്ന ഒരു ട്രെൻഡിലേക്കും ഇപ്പോൾ മാറിയിരിക്കുന്നു. നിഫ്റ്റി മെറ്റൽ സൂചികയ്ക്കാണ് ഒരു വ്യക്തമായിട്ടുള്ള ഒരു നേട്ടം രേഖപ്പെടുത്താൻ സാധിക്കുന്നത്. ഏകദേശം 1% മുകളിലുള്ള നേട്ടം നിഫ്റ്റി മെറ്റൽ സൂചിക രേഖപ്പെടുന്നുണ്ട്. നിഫ്റ്റി മീഡിയ, നിഫ്റ്റി PSU ബാങ്കിങ് സൂചിക പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 0.5% മുകളിലുള്ള ഒരു നേട്ടം നിലനിർത്തുന്നുണ്ട്. നിഫ്റ്റി മെറ്റൽ സൂചികയുടെ ഒരു പ്രകടനം ഇപ്പോൾ പരിശോധിക്കുകയാണെങ്കിൽ നിലവിൽ 107 പോയിന്റുകളുടെ ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ട് പുതുതായിട്ടുള്ള ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇന്ന് നിഫ്റ്റി മെറ്റൽ സൂചികയ്ക്ക് സാധിച്ചിട്ടുണ്ട്. 10,602 എന്ന് പറയുന്നതാണ് നിഫ്റ്റി മെറ്റലിൻ്റെ ഒരു പുതിയ ഓൾ ടൈം ഹൈ ആയിട്ടും ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഓഹരികളുടെ ഒരു പ്രകടനം പരിശോധിക്കുകയാണെങ്കിൽ വെൽസ്പൺ കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഒരു 3.25% ഒരു നേട്ടമുണ്ടാകുന്നു. ജിൻഡാൽ സ്റ്റീലിലേക്ക് വരികയാണെങ്കിൽ 3.25% ഒരു നേട്ടം. ടാറ്റ സ്റ്റീൽ, ഹിൻഡാൽകോ ഒക്കെ തന്നെ നേട്ടത്തിൽ തുടരുമ്പോൾ നാഷണൽ അലുമിനിയം കോർപ്പറേഷനും ഏകദേശം ഒരു 0.25% മുകളിലുള്ള നേട്ടമുണ്ടാകുന്നു. എന്നാൽ രത്നാമണി മെറ്റൽസ് ട്യൂബ്സ് സംബന്ധിച്ചിടത്തോളം പരിശോധിക്കുകയാണെങ്കിൽ 2.25% ഒരു ഇടിവാണ് രത്നാമണി മെറ്റൽസ് ട്യൂബ്സ് ലിമിറ്റഡിലും കാണാൻ സാധിക്കുന്നത്. അടുത്തതായിട്ട് ഒരു ബ്രോക്കറേജ് റിപ്പോർട്ടിലേക്ക് കൂടി കടക്കുകയാണെങ്കിൽ നിലവിലിപ്പോൾ നുവാമ സോന BLWക്ക് ഒരു ബൈ റേറ്റിംഗ് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു കാഴ്ചയാണുള്ളത്. ടാർഗറ്റ് പ്രൈസ് പരിശോധിക്കുകയാണെങ്കിൽ ഒരു ചെറിയ രീതിയിലുള്ള ഒരു കുറവ് വരുത്തിയിരിക്കുന്നു. 560 രൂപയിൽ നിന്ന് 550 രൂപയാക്കിയിട്ട് കുറച്ചിട്ടുണ്ട്. എന്നാൽ കമ്പനിയുടെ ഒരു രണ്ടാം പാദത്തിൽ ഒരു പ്രകടനം പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം വരുമാനത്തിൽ ഈ ഒരു രണ്ടാം പാദത്തിൽ 24% ഒരു വർധനമുണ്ടാകുന്നു. എന്നാൽ എബിഡ പരിശോധിക്കുകയാണെങ്കിൽ 1,140 കോടി രൂപ, അതായത് 13% ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ട് 290 കോടി രൂപ എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് എബിഡ വന്നിട്ടുള്ളത്. എബിഡ പരിശോധിക്കുമ്പോൾ എസ്റ്റിമേറ്റുകളോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ള ഒരു പ്രകടനം കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നതാണ് ഈ ഒരു ടാർഗറ്റ് പ്രൈസിൽ ഉണ്ടായിരിക്കുന്ന ഈ ഒരു കട്ടിൻ്റെ കാരണമായിട്ട് നിലയിൽ ഇപ്പോൾ നുവാമ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. കൂടാതെ ഇൻഡസ്ട്രി തന്നെ പരിശോധിക്കുകയാണെങ്കിലും ഈ ഒരു അതർ എക്വിപ്മെൻറ്റ് മാനുഫാക്ചറിംഗ് മേഖലയിൽ ചെറിയ രീതിയിലുള്ള ഒരു സ്ലോ ഡൗൺ കാണുന്നുണ്ട്. കൂടാതെ കമ്പനിയായിട്ട് പരിശോധിക്കുകയാണെങ്കിൽ ജിനൈറ്റ് എന്ന് പറയുന്ന കമ്പനിയായിട്ട് ഒരു ജോയിൻറ്റ് വെഞ്ചറിനൊക്കെ റെഡിയായി നിൽക്കുകയായിരുന്നു സോന BLW. ഇതിലൊക്കെ ഒരു ഡിലേ ഉണ്ടായിരിക്കുന്നത് കമ്പനിയുടെ ടാർഗറ്റ് പ്രൈസ് കുറയാൻ വേണ്ടിയിട്ട് കാരണമായിട്ടുണ്ട്. എന്നാൽ പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഈ ഒരു ഇലക്ട്രിക് വെഹിക്കിൾ ട്രെൻഡിൻ്റെ ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള ഒരു ബെനിഫിഷ്യറി ആകാൻ സോന BLWക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ ഒരു ബൈ റേറ്റിംഗ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നു. ലോങ് ടേമിൽ ഒരു മികച്ച പ്രോസ്പെക്ട്സ് തന്നെയാണ് നിലവിൽ നുവാമ ഇപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതും. അവസാനമായിട്ട് വിപണിയിലേക്ക് തന്നെ വരികയാണെങ്കിൽ വിഷ്ണു, നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഒരു 0.5% ഒരു ഇടിവുണ്ടാകുന്നു. നിഫ്റ്റി ബാങ്ക് പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 0.5% അടുക്കുന്ന രീതിയിലുള്ള ഒരു ഇടിവിലേക്ക് നീങ്ങുന്ന ഒരു കാഴ്ചയാണ് ഈ മണിക്കൂറിൽ ഇപ്പോൾ വിപണിയിൽ കാണാൻ സാധിക്കുന്നത്.